യെസ്. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് സിമന്റ് സെഗ്മെന്റിലെ ഇൻഡസ്ട്രി ലീഡറായിട്ടുള്ള അൾട്രാടെക് സിമന്റ് ആണ്. അൾട്രാടെക് സിമന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2.86% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട 2 സ്റ്റോക്കുകളിൽ ഒന്ന് ഡാൽമിയ ഭാരതും മറ്റൊന്ന് അംബുജ സിമന്റുമാണ്. യുബിഎസ് ബ്രോക്കറേജ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് സിമന്റ് സെഗ്മെന്റിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് പ്രൈസും ഉയർത്തിയിരിക്കുകയാണ്. ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുമുണ്ട്. നിലവിൽ ഈ ഒരു കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സിമന്റ് സെഗ്മെന്റിനെ കുറിച്ചിടത്തോളമുള്ള താങ്കളുടെ വ്യൂ എങ്ങനെയാണ്? സിമന്റ് സെക്ടറിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പോസിറ്റീവായിട്ട് കാണാം. ഒരു ഡെവലപ്പിംഗ് ഇക്കോണമിയിൽ തീർച്ചയായിട്ടും സിമന്റ് സെക്ടർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇക്കോണമിയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്പനികളെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാലും സീസണൽ ആയിട്ടുള്ള കുറച്ച് കറക്റ്റീവ് ആക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊരു കുറച്ച് ഒരു 1 ഇയർ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അൾട്രാടെക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു മൂവ്മെന്റ്സ് സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതൊരു കൺസോളിഡേഷൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് കാണാൻ വേണ്ടി കഴിയുന്നത്. എഗെയിൻ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു കൺസോളിഡേറ്റ് മൂവിൽ നിന്ന് ഒരു 12,000 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. 10,000 12,000 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നാണ് ഇപ്പോൾ അത് കൺസോളിഡേറ്റഡ് മൂവ് ആയിട്ട് അൾട്രാടെക് സിമന്റ് മൂവ് ചെയ്യുന്നത്. ഈ 2 ലെവലിൽ നിന്ന് എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മൂവ്മെന്റ്സ് ആയിരിക്കും വരാനായിട്ട് സാധ്യത. ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അപ്സൈഡിലാണ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവാനുള്ള സാധ്യത. അൾട്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു റേഞ്ച് ബൗണ്ടറായിട്ട് ട്രേഡ് ചെയ്യുവാണ്. അതിൽ നിന്നൊരു പോസിറ്റീവ് സൈഡിലേക്ക് മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത. നിയർ ടൈം ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ് ഈ സ്റ്റോക്ക്. മാസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും വൺ ഓഫ് ദ ലീഡിങ് സിമന്റ് സ്റ്റോക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലെ പോസിറ്റീവ് തന്നെയാണ് വ്യൂ ഉള്ളത്. നമുക്ക് മറ്റുള്ള സ്റ്റോക്സ് അംബുജ ആയിരുന്നാലും അതേപോലെ തന്നെ ഡാൽമിയ ആയിരുന്നാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ ഉണ്ട്. ഡാൽമിയയിൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള വ്യൂ ഉണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. പിന്നെ സിമന്റ് സെക്ടർ ഒരുപാട് ചേഞ്ചസിന് വിധേയമാകുന്നുണ്ട്. കുറെ കമ്പനികളെല്ലാവരും അക്വയർ ചെയ്ത് കപ്പാസിറ്റി അവരുടെ വലിയ വലിയ കമ്പനികൾ കപ്പാസിറ്റി അഡീഷൻസ് നടത്താൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് ഈ ഒരു സെക്ടറിന്റെ പോസിറ്റീവ് ഉണ്ട്. ബാക്കി 2 സ്റ്റോക്സുകൾ ഡാൽമിയ ആയിരുന്നാലും അംബുജ ആയിരുന്നാലും പോസിറ്റീവ് തന്നെയാണ് പ്രതീക്ഷ.